എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ സാധാരണ മീൻകറിക്കകത്തോട്ട് തക്കാളി അരിഞ്ഞ് ചേർക്കാറുണ്ട്. നല്ല പഴുത്ത തക്കാളി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. തക്കാളി ഇട്ട് മീൻകറി ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് കീറിയത്, പിന്നെ ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ, കുഞ്ഞുള്ളി ആണെങ്കിൽ ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി എടുത്താൽ മതി, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 3-4 അല്ലി നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ. പുളി നല്ല പുളിയുള്ളതാണെങ്കിൽ കുടംപുളി ഒരു 2-3 എണ്ണം ഇട്ടാൽ മതി. എൻ്റെ ഇച്ചിരി പുളി കുറവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 4-5 അല്ലി കുടംപുളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മീൻ, ഞാനിപ്പം ഇത്തിരി വലിയ സൈസിലെ മീനാണ്, കേര എന്ന് പറഞ്ഞ മീനുള്ള അതിൻ്റെയാണ്. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ട്, തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല കഷ്ണങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ മീൻകറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളി, അപ്പോൾ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സവാളയാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നതോടെ നമുക്ക് നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി, ഞാനിപ്പോൾ ഒരു വലിയ സൈസ് തക്കാളി ആയതുകൊണ്ടാണ് ഇത്രയും ഉള്ളത്. നിങ്ങളൊരു മീഡിയം സൈസ് തക്കാളി ആയാലും ഇട്ടാൽ മതി കേട്ടോ. നല്ല പഴുത്ത തക്കാളി ഇട്ടാണെങ്കിൽ നല്ല രുചിയായിരിക്കും. അപ്പം നമ്മളത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതും നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ തക്കാളിപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, അതായത് നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ, അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് മാറി വന്നില്ലേ ആ സമയം. അപ്പം ഇനി നമുക്കിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണം, നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ മീൻകറിക്ക്. കറിവേപ്പിലയുടെ മണമൊക്കെ വരുമ്പോൾ തന്നെ ആ മീൻകറിക്ക് നല്ല ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നില്ല. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നതിന് ശേഷമാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്താലത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് അങ്ങ് ശരിക്കും അങ്ങ് അലിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മൾ കറിയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ പച്ചമുളക് നല്ലതായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ പച്ചമുളകിൻ്റെ എരിവ് കറിക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇപ്പം നമ്മുടെ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഓണിയനും നമ്മുടെ ഉള്ളിയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 തന്നെ വേണ്ട, അതിൻ്റെ കുറച്ച് മതി കേട്ടോ. പിന്നെ ഇനി അടുത്തായിട്ട് ചേർക്കാനുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ വേണ്ടി. കാശ്മീരി ചില്ലി പൗഡറാണ് ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, നല്ല കറിക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും. സാധാരണ നമ്മുടെ അല്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നല്ല എരിവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാവും. അപ്പം ഞാനിപ്പോൾ 2 ടീസ്പൂൺ വെച്ചാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി മാത്രം, അതായത് എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 3 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ തക്കാളിപ്പഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കറിക്ക് നല്ല കളറായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെങ്കിലും 2 ടീസ്പൂൺ ചേർത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മുടെ തീ എപ്പോഴും സിമ്മിലായിരിക്കും കേട്ടോ. നമ്മുടെ പൊടി ഇട്ടിടുക, അല്ലെങ്കിൽ ചട്ടിക്ക് നല്ല ചൂടാണ്, പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്മിലിട്ട് വേണം നമ്മളിത് ചൂടാക്കി എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അടുത്ത് തന്നെ വെള്ളം വെച്ചേക്കുക, പെട്ടെന്ന് തന്നെ എടുത്ത് ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ പച്ചവെള്ളമായാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പം ഡിസ്പെൻസറിൽ നിന്ന് ചൂടുവെള്ളം കിട്ടുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചൂടുവെള്ളം തന്നെ അങ്ങോട്ടും ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന പുളി ചേർത്ത് കൊടുക്കുക. ആ പുളിവെള്ളവും ആ വെള്ളവും എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചാറിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാറൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ, അതായത് തുറന്നു വെച്ച് തന്നെ തിളപ്പിക്കാം.
അപ്പോൾ തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1 തൊട്ട് 1.5 ടീസ്പൂൺ വരെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് വേണം നമ്മൾ എടുത്തു വെച്ചിരുന്ന മീനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നാലേ ആ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നാലേ നമ്മൾ ഇട്ട് കൊടുത്ത പുളിയിൽ നിന്ന് നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങി വരത്തുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ഇടാവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏത് സൈസ് മീൻ വേണമെങ്കിലും ഇതേപോലെ നിങ്ങൾ കറി വെച്ചത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ചും വലിയ മീനൊക്കെ ആണെങ്കിൽ ഇതേപോലെ കറി വയ്ക്കാമെങ്കിൽ നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് മീൻ ഇട്ടതിന് ശേഷം ആദ്യം ഇട്ടങ്ങ് ഇളക്കരുത്. ഒന്നേ നിങ്ങൾ ചട്ടി ചുറ്റിച്ചെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി ചേട്ടോ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവേ. ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കൊരു 7 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. എൻ്റെ മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് മീനായതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ ഫിഷ് നന്നായിട്ട് വെന്തായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന മീൻ അനുസരിച്ചാണ് വേവ് കൂടുന്നതും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൂരമീനൊക്കെ എടുക്കുകയാണെങ്കിലും നന്നായിട്ട് വേവിക്കണം, അല്ലെങ്കിൽ നല്ല കട്ടിയാവല്ലോ അതിൻ്റെ മാംസം. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൂടുതൽ 10-15 മിനിറ്റെങ്കിലും നമുക്ക് എടുക്കും ചൂരമീനൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടി. അത് നെയ്ച്ചൂരയല്ല, അല്ലാത്ത ചൂരയുള്ള സാധാരണ ആ ചൂര എടുക്കുമ്പം നല്ല കട്ടി ആയതുകൊണ്ട് തന്നെ വേവാഴ്ച താമസമായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 10 തൊട്ട് 15 മിനിറ്റ് തന്നെ മതി കട്ടിയുള്ള ടൈപ്പ് മീനാണെങ്കിൽ. ഇപ്പോൾ സാധാ സോഫ്റ്റ് ആയിട്ടുള്ള മീനാണെങ്കിൽ ഒരു 10 മിനിറ്റിനൊക്കെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ചു വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഉണ്ട്. അപ്പം നിങ്ങൾ തീ ഓഫ് ചെയ്യുക. അതായത് കറിവേപ്പില ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടച്ചു വെക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ സെർവ് ചെയ്യാവൂ. അപ്പോൾ നല്ല ഫ്ലേവറും ആയിരിക്കും, കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.